Hi, hello friends. Revolt RV400 ഏകദേശം 2.5 മാസം മുമ്പ് ഞാനൊരു കസ്റ്റമർ റിവ്യൂ ചെയ്തിരുന്നു. മൈ EV ഏകദേശം കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ടൈം 18 പേരാണ് ബുക്ക് ചെയ്തത്. ആ 18 പേരിൽ ഒരാളായിരുന്നു കോഴിക്കോടിൽ നിന്നുള്ള ജാബിറിൻ്റെ ആ വണ്ടി ഞാൻ മൊത്തത്തിൽ റിവ്യൂ കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ആ ഒരു റിവ്യൂ കാര്യങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ട് ചോദിച്ചിരുന്നു ഈ ഒരു വണ്ടി എങ്ങനെയാണ് ബുക്ക് ചെയ്യുക, ഇത് കേരളത്തിൽ ഇതിൻ്റെ ഷോറൂം ഉണ്ടോ, നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം റിവോൾട്ടിൻ്റെ കമ്പനി അറിയിച്ചിട്ടുള്ളത് കേരളത്തിൽ ഏകദേശം 4 ഷോറൂം വരുന്നുണ്ട്. കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം. ഇന്ന് മെയ് 14-ാം തീയതി രാവിലെ 11 മണിക്ക് തൃശ്ശൂരിൽ റിവോൾട്ടിൻ്റെ ഷോറൂം ഓപ്പൺ ചെയ്യുകയാണ്. മൈ EV ആണ് ഏകദേശം 18 പേര് ഫസ്റ്റ് ടൈം ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം റിവോൾട്ടിൻ്റെ തന്നെ സൈറ്റായ www.revoltmotors.com കൂടെ ഏകദേശം കേരളത്തിൽ നിന്ന് 250 പേരാണ് ബുക്ക് ചെയ്തത്. 2021 ഒക്ടോബർ 21 കൂടിയാണ് വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഏകദേശം 7 മാസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി കാര്യങ്ങൾ തുടങ്ങുന്നത്. അതായത് ഇന്ന് മെയ് 14-ാം തീയതി തൃശ്ശൂരത്തെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം 11 മണിയോടുകൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് റാലിയായി റിവോൾട്ടിൻ്റെ വണ്ടിയായിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്ത് ഈവനിങ്ങോടുകൂടി ഷോറൂമിൻ്റെ ഉദ്ഘാടനം കൂടി കഴിഞ്ഞാൽ 250 പേർക്കാണ് ഫസ്റ്റ് ഈ ഒരു വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. 2.5 മാസം മുമ്പ് കോഴിക്കോട് ഫസ്റ്റ് ഡെലിവറി കിട്ടിയത് ജാബിറിന് ആ ഒരു വണ്ടി കിട്ടിയതിന് ശേഷം എന്താണ് സംസാരിക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഹായ്, ഏകദേശം ഡെലിവറി ചെയ്തിട്ട് എത്ര ദിവസമായി വണ്ടി? 4 ദിവസമായി. 4 ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോണത്. എങ്ങനെയുണ്ട് വണ്ടി? ഒന്നും പറയല്ല, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. ഹാപ്പിയാണോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വണ്ടി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൈറ്റിൽ നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷകൾ ഒരുപാട് വെച്ചിട്ടായിരിക്കും. ചില ആൾക്കാർ പ്രതീക്ഷയൊക്കെ വെച്ച് വണ്ടി ബുക്ക് ചെയ്ത് വണ്ടി വന്നു കഴിഞ്ഞാൽ നിരാശ അനുഭവപ്പെടാറുണ്ട്. അതിൽ നിന്ന് എന്താണ് സ്ഥിതി? ഇത് ശരിക്കും വീഡിയോ കണ്ട് മാത്രം ബുക്ക് ചെയ്തൊരു വണ്ടിയാണ്. വീഡിയോ അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള ഡീറ്റെയിലും വെച്ചിട്ട് ബുക്ക് ചെയ്ത്, നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അതുപോലെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ വീഡിയോ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ബുക്ക് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സാധനം കയ്യിൽ കിട്ടി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ശരിക്കും നമ്മൾ പ്രതീക്ഷേൻ്റെ അപ്പുറമാണ് നമുക്ക് സാധനം കിട്ടിയത്. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞാൽ പുള്ളി റിവോൾട്ടിൻ്റെ ഒരു ഡീലറോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു കസ്റ്റമർ മാത്രമാണ്. ഒരു കസ്റ്റമർ 4 ദിവസം അല്ലേ, 4 ദിവസത്തെ റിവ്യൂ ആണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പുള്ളിൻ്റെ 4 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ള നല്ല ഡീറ്റെയിൽസ്. കാരണം എനിക്ക് വണ്ടി കണ്ടിട്ടും മറ്റുള്ള വണ്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഹെവി വണ്ടി സൂപ്പർ ബൈക്കുകളും അതേമാതിരി ഹാർലി ഡേവിഡ്സന്റെ ആ ഒരു ലുക്ക് കാര്യങ്ങളും അതേമാതിരി ഒരു ബെൽറ്റ് ഡ്രൈവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഇത് സജഷൻ ചെയ്യുമോ? തീർച്ചയായിട്ടും, ഉറപ്പാണ്, ധൈര്യമായിട്ട് ചെയ്യാം. കാരണം ഇനി അതിലിപ്പോൾ ഞാൻ എടുത്തിട്ട് ആകെ 4 ദിവസമായിട്ടുള്ളൂ. ഒരു കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ എന്തെങ്കിലും ഡിഫോൾട്ടിങ് വരാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതും കൂടി അറിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വണ്ടി വലിയൊരു കയറ്റത്തിന്റെ മുകളിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു നോക്കി. എന്താണ് പ്രയാസമൊന്നുമില്ല, ഒരു പ്രയാസം, സിമ്പിൾ ആയിട്ട് കയറി. നിങ്ങൾ ഏകദേശം എത്ര വെയിറ്റാ? ഞാൻ ഏകദേശം 80 വെയിറ്റ് ഉണ്ടാവും. നിങ്ങൾ ഒറ്റക്കാണോ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയല്ലേ? ഒറ്റക്കാണ് നടത്തിയത്, ബാക്കിൽ ആരും വെച്ചിട്ടില്ല. ആ ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടി നടത്തി കഴിഞ്ഞാൽ നമുക്ക് 100% എഴുതി ഒപ്പിട്ട് കൊടുക്കുക അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എന്തെങ്കിലും അതാ കാരണം നമ്മളിപ്പോൾ സ്വതുവേ ഒരു വണ്ടിന്റെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു മണിക്കൂർ ടൈമിനാണ് ഒരു വണ്ടി നമ്മളെ കയ്യിലേക്ക് വിട്ടു തരുന്നത്. ഒരു മണിക്കൂർ കയ്യിലേക്ക് വിട്ടു തന്നു കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂറിനുള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ച് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളൊരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ പറയുള്ളൂ, നെഗറ്റീവ് ഒന്നും പറയില്ല. അപ്പോൾ ഇപ്പോൾ 4 ദിവസം നിങ്ങൾ ഉപയോഗിച്ച റിവ്യൂ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി തന്നെ ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ 150-300 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 300 കിലോമീറ്റർ ഇതുവരെ നമുക്ക് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. കാരണം ജസ്റ്റ് ഇപ്പോൾ ഒരു കമ്പനിയായിട്ട് നമ്മൾ സന്ദർശിച്ചിട്ട് ആ ഒരു വണ്ടി 300 കിലോമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയിൽ പോയിട്ടുള്ള ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കമ്പനി 300 കിലോമീറ്റർ ഈ വണ്ടിക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പ്രൂഫ് ചെയ്ത് തരാം. അപ്പോൾ അവർ പറഞ്ഞ എന്താ പറയുക, നിങ്ങൾക്ക് വണ്ടി തരാണെങ്കിൽ എനിക്ക് അത്രക്കും എക്സ്പെൻസ് വരുന്നുണ്ട്. കാരണം നിങ്ങളെ ബാക്കിൽ ഒരു ട്രക്ക് വിടണം, വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരാണ്. സ്വന്തം കമ്പനിയെ വിശ്വസിക്കാൻ പറ്റാത്ത പല ആൾക്കാരുണ്ട്, വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, കമ്പനി 300 കിലോമീറ്ററോ 250 കിലോമീറ്ററോ കമ്പനി പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാലാണ്
കസ്റ്റമേഴ്സിന് ഒന്നും കൂടിയും ജെനുവിനിറ്റി ഫീൽ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ പിന്നെ 18 പേരാണ് നമ്മളെ ഈ കേരളത്തിൽ ഇപ്പോൾ ബുക്ക് ചെയ്ത് ഡെലിവറി കിട്ടിയിട്ടുള്ളത്. 18 പേരാണ് ടോട്ടൽ കിട്ടിയത്. ഈ 18 പേരെ ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ 18 പേരും പിന്നെ +1 തിരുവനന്തപുരത്ത് ആദ്യം കിട്ടിയ ഒരാളുണ്ട്, ആദ്യം വന്നിട്ടുള്ളത്. അയാളും എന്ത് ചെയ്തിട്ടുണ്ട്, ആളാണ് ഞങ്ങളെ മൊത്തം കോർഡിനേറ്ററിന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ആളും ഇതിൽ ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ 19 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ നിലവിൽ വെച്ചിട്ട് ഈ 18 പേരും ഇതിൽ വേറെ പ്രയാസങ്ങളൊന്നും, അതായത് എല്ലാവർക്കും കിട്ടിയതിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ 1-2 ആൾക്കാർ പറഞ്ഞു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ശരിക്കും നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വശം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഓലൻ്റെ ഒരു വീഡിയോ എടുത്തു. ഓലൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി പോയിട്ട് ഫുള്ള് നെഗറ്റീവാണ്. ഫുള്ള് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റത്തിൻ്റെ മുകളിൽ വണ്ടി സ്റ്റക്കായിട്ട് കസ്റ്റമർ കെയറിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ വരെ തെളിവ് സഹിതം നമ്മളതിൽ കാണിച്ചിട്ടുള്ളത് ഒരു നെഗറ്റീവ്. കാരണം റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെ റിവ്യൂ കണ്ടിട്ടാണ്, ജെനുവിനിറ്റി കണ്ടിട്ടാണ് ആൾക്കാർ ബുക്ക് ചെയ്യുക. അപ്പോൾ അതാണ് എടുത്ത് കാണിക്കുന്നത്. ഇനി അഥവാ ബൈ ചാൻസ് എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും നമ്മളെ വിളിക്കുക. ആ നെഗറ്റീവ് എന്താണെന്നോ അതും നമ്മൾ കാണിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ നടത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ പോവാണ്. ഓവറൊന്നും പോകുന്നില്ല. ഈ ഒരു ചെറിയൊരു പാർട്ട് രാവിലെ 6:30 മണിയായിട്ടുള്ളൂ, 6:30-7 മണിയായിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ കോഴിക്കോട് ഹൃദയഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നുള്ളൂ. അപ്പോൾ നോക്കല്ലേ. ഓക്കെ. നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ വളയ്ക്കുമല്ലോ. ഈ വളയ്ക്കുന്ന ടൈമിൽ നമ്മൾ ഫുള്ള് ആക്സോട്ട് കൊടുത്ത് വണ്ടി ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ, നല്ല ആക്സോട്ട് ത്രോട്ട് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ചെയ്ത് കൊണ്ട് പോകും. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വണ്ടി നമ്മളിപ്പം മുമ്പ് കൊമാക്കിൻ്റെ ഒരു ക്രൂയിസ് മോഡൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതിന് റിവ്യൂ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കിയിട്ട് മൊത്തത്തിൽ ഈ വണ്ടി മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ ഫീച്ചേഴ്സിലാണെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിക്കാനും സുഖമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ നമ്മളെ കൂടെ വന്നിട്ടുള്ള ജാബിർ ബ്രോ, പുള്ളി ഇത് കഴിഞ്ഞിട്ട് വരാണ്, ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാണ്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടി പുള്ളിനെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു നല്ലൊരു കാര്യം തന്നെ കേട്ടിട്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടി ഈ ഒരു വണ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് റിവ്യൂസ് ഞാൻ പറയും. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഏതൊരു വണ്ടി 150 കിലോമീറ്റർ പറയുകയാണെങ്കിൽ ആ 150 കിലോമീറ്റർ ചെക്ക് ചെയ്യാനുള്ള ഒരു റിവ്യൂ മൊത്തത്തിൽ ആ വണ്ടി വിട്ടു തരാണെങ്കിൽ അത് പക്ക റിവ്യൂ നമ്മൾ പറഞ്ഞു തരും. അല്ലാതെ ഒരു മണിക്കൂർ തന്നിട്ട് നമുക്ക് ആ 150 കിലോമീറ്റർ ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ പുള്ളി ജാബിർ ഭായി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 140 150 കമ്പനി പറയുന്നത്. ഏകദേശം 140 വരെ എക്കോ മോഡൽ മൂപ്പർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ മൊത്തം